അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മരണനേരത്ത് തന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ഉപ്പയായ അംർ ഇബ്നു ആസിനോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ പല രോഗികളെ കുറിച്ചും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പല രോഗികളെ കുറിച്ചും നിങ്ങൾ പറഞ്ഞിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബുദ്ധി നശിക്കാത്ത, സംസാരശേഷി നശിക്കാത്ത, മരണം നേരിൽ കാണുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ബുദ്ധി നശിക്കാത്ത, സംസാരശേഷി നശിക്കാത്ത, മരണത്തിന് മുഖാമുഖം കാണുന്ന ഒരു മനുഷ്യനിൽ അവൻ അനുഭവിക്കുന്ന മരണവേദനയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാത്തതിൽ ഞാൻ അത്ഭുതം കൊള്ളുന്നു എന്ന് നിങ്ങൾ പല രോഗികളരികിൽ നിന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ. ഇന്ന് ആ അവസ്ഥയിൽ നിങ്ങളെ ഞാൻ കാണുന്നു ഉപ്പ. മരിക്കാൻ കിടക്കുന്ന ഉപ്പാന്റെ മുന്നിൽ നിന്ന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തന്റെ പിതാവായ അംർ ഇബ്നു ആസിയോട് പറയാണ്, നിങ്ങളെ സംസാരശേഷി ഇല്ലാതെ പോയിട്ടില്ല, നിങ്ങൾക്കുള്ള ബുദ്ധിയും പോയിട്ടില്ല. എങ്കിൽ നിങ്ങൾ അന്ന് രോഗികളോട് പറഞ്ഞിരുന്നത് പോലൊരവസ്ഥ ഞാൻ നിങ്ങളിൽ നിന്ന് കാണുന്നു എന്ന് തലഭാഗത്തിരുന്ന് ഉപ്പ അനുഭവിക്കുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മോനെ, ഞാനിപ്പോ മരണത്തിന് മുഖാമുഖം കാണുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു തരാൻ പറ്റുന്നതിൽ നിന്നും അപ്പുറത്താണ് മോനെ. യാ ബുനയ്യ, അൽ മൗതു അഅ്ലമു മിൻ അൻ യൂസഫ. അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ് മോനെ. പക്ഷേ വലാകിൻ സഅസിഫു ലക മിൻഹു ശൈആ, അല്പം ഞാൻ അങ്ങേക്ക് നിനക്ക് വിവരിച്ചു തരാമെന്ന് സ്വന്തം മകനോട് അംർ ഇബ്നു ആസ് തങ്ങൾ പറയുന്നു. എന്നിട്ട് മഹാൻ അവർകൾ പറയുന്നു, വല്ലാഹി കഅന്ന അലാ കതിഫയ ജബലുൻ റളബി. മോനെ, എനിക്കിപ്പോ തോന്നുന്നത് എന്റെ രണ്ട് കൈക്കട്ടന്മേൽ, എന്റെ രണ്ട് കൈത്തലയിലായിട്ട് മദീനയിലുള്ള ഒരു പർവ്വതത്തിന്റെ പേര് പറയുന്നു, റളബി പർവ്വതം. ആ പർവ്വതം ഇപ്പോൾ എന്റെ ചുമലിൽ വന്ന് പതിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് മോനെ. വകഅന്ന റൂഹി തഖ്റുജു മിൻ സഖബി ഇബ്റാഹിം. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെയാണോ എന്റെ റൂഹ് പുറപ്പെടുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു മോനെ. ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് തങ്ങൾ അവിടുന്ന് പറയുന്നു, എന്റെ സഹോദരിമാരെ ചിന്തിക്ക്. എന്നിട്ട് മഹാനവറുകൾ വീണ്ടും പറയുന്നു, വകഅന്ന സ്സമാഅ ഉത്ബിഖത് അലൽ അർളി. ആകാശം ഭൂമിയിലേക്ക് കൂട്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. വഅന ബൈനഹുമാ, ഞാൻ അത് രണ്ടിന്റെയും ഇടയിലായി എരിഞ്ഞമരുന്നത് പോലെ എനിക്ക് തോന്നുന്നു മോനെ എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, റസൂലിന്റെ സ്വഹാബി വര്യനല്ലേ, അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കഥയെന്നോണം തന്റെ മകനിക്ക് പറഞ്ഞു കൊടുക്കുന്നു. തന്റെ ഉമ്മമാരെ 1000 ആളുകളെ കൊണ്ടുവരുന്ന മുറിച്ചാൽ, 1000 കത്തി കൊണ്ട് കുത്തിയാൽ, 1000 അമ്പ് കൊണ്ട് ശരീരത്തിലേക്ക് എയ്തുവിട്ടാൽ എത്രമാത്രം വേദനയുണ്ടാകുമോ അതിലപ്പുറം വേദന മരണത്തിനുണ്ട് പോൽ മഹാന്മാര് പഠിപ്പിക്കുന്നില്ലേ. ഈമാനില്ലാതെ മരിക്കേണ്ട ദുർഗതിയാണോ വരുന്നതെങ്കിൽ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്കറിയോ, അസ്രായീൽ അലൈഹിസ്സലാമിന്റെ മുന്നിൽ വരുന്ന രംഗം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അസ്രായീലിനോട് പറഞ്ഞല്ലോ,
ഈമാനില്ലാത്തവരുടെ അരികിലേക്ക് റൂഹ് പിടിക്കാൻ ചെല്ലുന്ന രംഗം ഏത് രൂപത്തിലാണെന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിയോടൊന്ന് കണ്ണി ചിമ്മാൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെട്ടല്ലോ. കണ്ണി ചിമ്മി ഇബ്രാഹിം നബി തുറന്നപ്പോ സഹോദരിമാരെ മുന്നിൽ ഒരു കറുത്ത രൂപം നിൽക്കുന്നു. ആകാശം മുതൽക്ക് ഭൂമി വരെ നിറഞ്ഞു നിൽക്കുന്ന മുടിയാകെ ചെക്കിപ്പരത്തിയ ഒരു കറുകറുത്ത രൂപമതാ കണ്ണിൽ നിന്ന് തീജ്വാല പുറത്തേക്ക് വരുന്നു. വായിൽ നിന്ന് തീ കഷ്ണങ്ങൾ ഉതിർന്നു ചാടുന്നു. നഖം നീണ്ടുപോയിട്ടുണ്ട്, പല്ല് നീണ്ടുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്രായേലിനെ ഈ രൂപത്തിൽ കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി. ഏത് ഇബ്രാഹിം എന്ന് നിങ്ങൾ ചിന്തിക്കണം സഹോദരിമാരെ. ഇബ്രാഹിം നബിയുടെ മനസ്സിന്റെ ധൈര്യം ചെറുതല്ലായിരുന്നു. ചോരക്കിടാവായ തന്റെ പോരക്കിടാവായ ചോരക്കിടാവായ തന്റെ ഇസ്മായിലിനെയും ബീവി ഹാജറയെയും മക്കയിലെ മൊട്ടക്കുന്നിലാരുമില്ലാത്ത വെറും പാറക്കല്ലുകളുടെ ഇടയിൽ വിജനമായ സ്ഥലത്ത് ഇട്ടേച്ച് പോരണമെന്ന് ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞ സമയത്ത് ഇബ്രാഹിം നബി അതിന് മനക്കരുത്ത് കാണിച്ച മഹാനാണ്. എന്താണ് ആ ധൈര്യം? ചെറുതാണോ? ഇനി നിനക്ക് കേൾക്കണോ? തന്റെ മകൻ 7 വയസ്സിലെത്തുന്ന സമയത്ത് മകന്റെ കഴുത്തിൽ കത്തിവെച്ച് അറുക്കണമെന്ന് പറയുമ്പോ അതിന് ധൈര്യം കാണിച്ച ഇബ്രാഹിം നബിയുടെ ധൈര്യമത്രേ അതേ മോശങ്ങളോളം കത്തിയെരിഞ്ഞതായ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയുന്ന സമയത്ത് ആ അന്തരീക്ഷത്തിലൂടെ ഇബ്രാഹിം നബി ചാടുമ്പോ ഇബ്രാഹിം നബിയിലേക്ക് മലക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞില്ലേ, ഓ ഇബ്രാഹിമേ, അങ്ങേക്കെന്തു വേണോ അതൊക്കെയും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോ ഹസ്ബി എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ് തനിക്ക് വന്നതിൽ ശ്രമിച്ച് അതിന് മനോധൈര്യം കാണിച്ച ഹിമ്മത്ത് പ്രകടിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് ചാടാൻ ധൈര്യം കാണിച്ചില്ലേ. വലിയ ധൈര്യത്തിന്റെ ഉടമ അസ്രായീലിനെ കണ്ടപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, മറിഞ്ഞങ്ങോട്ട് വീണു. ബോധം തെളിഞ്ഞിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ മാപ്പ് തരണമെന്ന് പറഞ്ഞില്ലേ. ഈ ഭീകരനായ രൂപത്തിൽ അസ്രായീൽ നമ്മളെ തലക്കു ഭാഗത്ത് വന്നു നിൽക്കുമ്പോൾ ഇനി നിനക്ക് കേൾക്കണോ? കുറെ മലക്കുകളെ നീ വേറെയും കാണുന്നുണ്ട്, ആകാശം വരെ മലക്കുകൾ നിൽക്കുന്നത് കാണുന്നുണ്ട്. അവരൊക്കെ ഭീതിപ്പെടുത്തുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാതെ നിസ്കാരം നഷ്ടപ്പെടുത്തി കളാക്കി ജനാബത്ത് കുളിക്കേണ്ട സമയത്ത് കുളിക്കാതെ രാവിലെ സമയങ്ങളിൽ അത് നീട്ടിവെച്ചുകൊണ്ട് ളുഹറിന്റെ വക്കിലേക്ക് നീട്ടിവെക്കുന്ന ഉച്ചയുടെ കുളിയിലേക്ക് നീട്ടിവെക്കുന്ന എത്ര ചെറുപ്പക്കാരികൾ ഭാര്യമാരന്റെ കൊച്ചുപങ്ങന്മാർ മരണത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? നാളെ നീ ആ കുളിയുടെ നേരം വരെ കാത്തു നിൽക്കുമെന്ന് പറയാൻ പറ്റുമോ? നിനക്ക് നിസ്കാരം വീട്ടാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിനിടയ്ക്ക് നീ മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ഓർത്തോ മോളെ. നീ നോക്ക്, ഇസ്രായേൽ നിന്റെ തലക്കുഭാഗത്തിരിക്കുന്നു. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ആകാശം വരെ വേറെ പേടിപ്പിക്കുന്ന മലായിക്കത്തുകൾ വേറെ നിൽക്കുന്നു. ഇവർക്ക് ജോലിയുണ്ടത് ഞാൻ പിന്നീട് പറയാം സഹോദരിമാരെ. എനിക്ക് കേൾക്കണോ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി മറുഭാഗത്ത് വരുന്നു. എന്നിട്ട് നിന്റെ മുന്നിലതാ ഒരു വെള്ളപ്പാത്രവുമായി നിൽക്കുന്നു. ഏതാണ് ഈ സന്ദർഭമെന്നറിയോ? മരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഈ ലോകത്തുള്ള സമുദ്രങ്ങളിലെ മുഴുവൻ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചാലും നിന്റെ ദാഹം തീരില്ല പോൽ. അത്രമാത്രം കടുകടുത്ത ദാഹമുള്ള വേളയാണ് പോൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈമാനില്ലാതെ മരിക്കേണ്ടി വന്നാൽ നമ്മളെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഈ സമയത്താണ് നിന്റെ മക്കൾ ഒരു തിരി നനച്ച് നിന്റെ ചുണ്ട് ഇങ്ങനെ ഉറ്റിച്ചു തരുന്നു. ഒരു സ്പൂണിനൊരു
വായിൽ ഇങ്ങനെ ഉറ്റിച്ചു തരുന്നു. അപ്പോഴേക്ക് പുറത്തു നിന്ന് മറ്റുള്ള ആളുകൾ കൈപിടിക്കുന്നില്ലേ, ചങ്കിൽ കെട്ടുമെന്ന് പറഞ്ഞ് പിടിക്കുന്നില്ലേ, നീയോ കൊടിയ ദാഹം സഹിക്കുകയാണ്. അപ്പോഴാണ് നിന്റെ ഈമാൻ പിഴപ്പിക്കാൻ പറ്റിയ സന്ദർഭമെന്ന് കരുതി ഈ കൊടിയ ദാഹം സഹിക്കുന്ന സമയത്ത് ഇബ്ലീസ് വെള്ളവുമായി വന്ന് നിന്റെ മുന്നിലേക്ക് നീട്ടിത്തന്ന് നിന്നോട് പറയുന്നു, മോളെ കലിമ ചൊല്ലാതിരുന്നാൽ ഞാൻ നിനക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ ദാഹിക്കുന്ന നേരത്ത് വെള്ളം തരുമ്പോ നീ അതിൽ പെട്ടുപോകുമോ എന്നവരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇബ്ലീസ് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു നമ്മെ ഈമാൻ പിഴപ്പിക്കാൻ, എന്നിട്ടൊന്നും നമ്മൾ അവന്റെ കെണിയിൽ കുടുങ്ങുന്നില്ല എങ്കിൽ ഇബ്ലീസ് മരിച്ചുപോയ ഉപ്പാന്റെ കോലത്തിൽ ഉമ്മാന്റെ കോലത്തിൽ ഇങ്ങനെ വരുന്നു. വന്നിട്ട് നമ്മോട് പറയുന്നു, നാളെ ഖബറിൽ ശിക്ഷയില്ല കേട്ടോ, ഖബറിൽ അദാബില്ല കേട്ടോ. അതൊക്കെ വെറുതെ പറയുകയാണ്. കലിമയൊന്നും ചൊല്ലിയില്ലെങ്കിലും ഒന്നും വരാനില്ല എന്ന് പറഞ്ഞ് മരിച്ച ഉപ്പാന്റെ കോലത്തിലും ഉമ്മാന്റെ കോലത്തിൽ ഒരാൾ വന്ന് പറയുമ്പോ നമ്മൾ കലിമ ചൊല്ലുമോ? നിങ്ങൾ ബേജാറാകേണ്ടതല്ല സഹോദരിമാരെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടാതെ നിർത്തട്ടെ. നിങ്ങൾ ആലോചിക്കുക, മരണത്തിന്റെ മുന്നിലാണ് നീ കിടക്കുന്നത്. അപ്പോഴതാ 4 മലക്കുകൾ നിന്റെ റൂഹ് പിടിക്കുന്നു. അസ്രായീൽ നേതൃത്വം വഹിക്കുന്നു, പിടിക്കുന്നില്ല. അസ്രായീൽ പിടിക്കാനാകുന്നേ ഉള്ളൂ. 4 മലക്കുകൾ അസ്രായീലിന്റെ കൂടെ താഴത്തിൽ വന്നിട്ടുണ്ട്. അതിനൊരു മലക്ക് നിന്റെ വലത്തേ കാല് പിടിക്കുന്നു, ഒരു മലക്ക് നിന്റെ ഇടത്തെ കാല് പിടിക്കുന്നു, ഒരു മലക്ക് നിന്റെ വലത്തെ കൈ പിടിക്കുന്നു, ഒരു മലക്ക് നിന്റെ ഇടത്തെ കൈ പിടിക്കുന്നു. എന്നിട്ട് കാലിൽ നിന്ന് ചെറുവിരലിൽ നിന്ന് തള്ളവരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ ഒരുങ്ങുന്നു. ഒരു കണിപ്പിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പോകുമ്പോഴേക്ക് നിന്റെ തലച്ചോറ്റിലേക്ക് അതിന്റെ വേദന കയറിയിട്ട് നിന്റെ കാല് കുറുക്കുന്നില്ലേ? കുറുക്കിയ കാല് അപ്പോൾ തന്നെ മക്കൾ നീട്ടി വെക്കുന്നില്ലേ? അപ്പോഴേക്ക് വീണ്ടും കുറുക്കുമ്പോ നിന്റെ കാല് തന്നു വെച്ചിൽ ഉരസുന്നില്ലേ? ഒരു തണ്ടങ്കാല് മറ്റേ തണ്ടങ്കാലിനെ വെച്ച് പരസ്പരം ഉരസുന്നില്ലേ? നമ്മളെ മക്കൾ നമ്മളെ കാലൊഴിഞ്ഞു തരുന്നില്ലേ? മക്കളെ കയ്യിന്റെ ഉള്ളിലൂടെ ആത്മാവ് കയറിപ്പോകുന്നത് നാം ആരെങ്കിലും അറിയലുണ്ടോ അമ്മമാര്? ഈ മക്കൾ അറിയുന്നുണ്ടോ അമ്മമാര്? കടുത്ത വേദന സഹിക്കാൻ കഴിയാതെ എന്താണമ്മ കാലിൽ നിന്നാണം പോലെ റൂഹ് പിടിക്കാൻ ഒരുങ്ങുന്നത്, തലയിൽ നിന്ന് പിടിക്കാതെ കാലിൽ നിന്ന് പിടിക്കുന്നതിന്റെ കാരണം നിനക്കറിയോ? മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ തലയിൽ നിന്നാണ് റൂഹ് പിടിക്കുന്നതെങ്കിൽ നീ അതാ നിന്റെ കാലിന്റെ സ്വാധീനം നശിക്കാത്ത കാലത്തോളം ഈ ഭൂമിയിലൂടെ പരക്കം പായാനിടവരും, ഈ ഭൂമിയിലൂടെ ഓടാനിടവരും. അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അള്ളാഹു കണ്ടുകൊണ്ട് നിന്റെ തലഭാഗത്ത് നിന്ന് റൂഹ് പിടിക്കാതെ നിന്റെ കാലിന്റെ പാദം തളർത്തുന്നു. കാലിന്റെ പാദത്തിൽ നിന്ന് ആത്മാവ് പിടിച്ചു വലിച്ച് നിന്നെ തളർത്തിയിടുന്നു. കാല് തളർന്നാൽ പിന്നെ നിനക്ക് എണീക്കാൻ കഴിയുമോ? നിന്റെ ആത്മാവ് പിടിച്ചു വലിക്കുകയാണ്, കയ്യിൽ നിന്ന് വലിക്കുകയാണ്. 4 മലായിക്കത്തും നെഞ്ചിലെത്തുന്നു. നെഞ്ചിലെത്തുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു മലക്ക് നിന്നെ വേദനിക്കുന്ന ഒരു പ്രഹരം പ്രഹരിക്കുന്നു. ആ പ്രഹരത്തോടുകൂടെ നിന്റെ നെഞ്ചിന്റെ കുണ്ടിലൊരു ഇടി തരുമ്പോ നിന്റെ ചെറുനാക്ക് ഉള്ളോട്ട് വലിഞ്ഞു പോകുന്നു. ഒരു തുള്ളി വെള്ളം തന്നാൽ അത് കളകളാരവം മുഴക്കി ഉള്ളിൽ തങ്ങുന്നു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ റൂഹ് പിടിക്കാൻ തയ്യാറാകുന്നു. 4 മലായിക്കത്തും മാറി നിൽക്കുന്നു. ചങ്കിൽ നിന്ന് നിന്റെ റൂഹ് അങ്ങോട്ട് പിടിക്കുന്നത് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചങ്കിൽ നിന്ന് തലയിലൂടെ കണ്ണിലൂടെ പുറത്തെടുക്കുന്നു. ആ സമയത്തതാ ഒരു പരിപരിക്കൻ വസ്ത്രം ഒരു മുള്ളിലിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ, ഒരു കമ്പിയിലിട്ട് വലിച്ചാൽ ഏത് പ്രകാരം കീറിപ്പൊളിയുന്നുവോ അത് പ്രകാരം നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഒരു ശബ്ദം മുഴക്കി പുറത്തേക്ക് പോകുന്നു. അസ്രായീൽ പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ ഉഖ്റുജി ഇലാ റിദ്വാനിലാ സഖത്തില്ലാ ഉഖ്റുജി ഇലാ ഗളബില്ലാ. പടച്ചവന്റെ കോപത്തിലേക്ക് പോരു ആത്മാവ്,
എന്ന് പറഞ്ഞുകൊണ്ടതാ പിടിച്ചു വലിക്കുന്നു. തീരാനുള്ളൊരു വസ്ത്രമുണ്ട്, തയ്യാറാക്കി നിൽക്കുന്നു. നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ ആത്മാവിടുന്നു, പൊതിയുന്നു. എന്നിട്ടത് മലക്കിലേക്ക് കൊടുക്കുന്നു, മറ്റേ മലക്കിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ കൈമാറുന്നു. എല്ലാ മലായിക്കത്തും നിന്നെ ശപിക്കുന്നു. എന്തൊരു വാസന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വമലായിക്കത്തും നിന്നെ ശപിക്കുന്നുണ്ട്. ആകാശത്തിലേക്ക് നിന്റെ റൂഹെത്തുന്നു. സഹോദരിമാരെ, അങ്ങനെ ആ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടാതിരിക്കുമ്പോ നിന്റെ റൂഹദാ ഒരൊറ്റ എറിയുന്നു. അത് നരകത്തിൽ സ്ഥാനം പിടിക്കുന്നു. പിന്നെ റൂഹ് മടക്കിയെടുക്കുന്ന സന്ദർഭമുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം, നാളെ പറയാം. നല്ലവരായ സഹോദരിമാരെ, ഈമാനില്ലാതെയാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നതെങ്കിൽ വളരെ ഭയാനകമായ ഈ രംഗങ്ങൾ. ഒരു ഭാഗത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, മറുഭാഗത്ത് അസ്രായീൽ ഭീകരമായ രൂപം സൃഷ്ടിക്കുന്നു. മറുഭാഗത്ത് മലായിക്കത്ത് വരിവരിയായി നിൽക്കുന്നു. മറുഭാഗത്തോ 4 മലക്കുകൾ നിന്റെ ശരീരത്തിൽ കടന്നു പിടിക്കുന്നു. എന്നിട്ട് നിന്റെ ആത്മാവ് നിനക്കറിയോ, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചു കിടക്കുന്ന നിന്റെ ആത്മാവ് ഉള്ളിൽ നിന്നിങ്ങോട്ട് വലിച്ചെടുക്കുമ്പോ നിനക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു. അള്ളാഹുവിന്റെ മഹാന്മാര് പറഞ്ഞതെന്താണെന്നറിയോ, ഒരു മുള്ള് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ഒരു മുള്ളുള്ളതായ മരക്കം വിട്ടിട്ട് അതിങ്ങോട്ട് പിടിച്ചു വലിച്ചാൽ നമ്മുടെ ഉള്ളാകെ കീറി മുറിഞ്ഞു പോകുന്നത് പോലെ ആത്മാവ് പോകുമ്പോ വേദന അസഹ്യമായി പോകുന്നു. അർഹമുർറാഹിമായ റബ്ബ് ആഖിബത്ത് നന്നായി മരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. മടക്കയാത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നുണ്ടോ ഉമ്മമാരെ? ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരാം. നിങ്ങൾക്ക് മടക്കയാത്ര എളുപ്പമാകണമെങ്കിൽ ജീവിതം നിങ്ങൾ ക്രമപ്പെടുത്തിയേ മതിയാകൂ. സുന്നത്തായ അമാലുകളും പരിശുദ്ധ ഖുർആനും സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലിക്കൊണ്ട് അതേ ഫർദ് നിസ്കാരത്തിൽ ഫർദായ കർമ്മങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താതെ ഹറാമ് കാണാതെ കേൾക്കാതെ മാറി നിന്നുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് അവസരം ലഭിക്കുന്നുവോ? അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും, നമുക്ക് ഹുസ്നുൽ ഖാത്തിമ തരും. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ, നീ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ, ഹുസ്നുൽ ഖാത്തിമ നൽകണേ റബ്ബേ. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. الله سبحانه وتعالى നമ്മളോട് അങ്ങോട്ട് കൂടെ അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ അമ്പിയാക്കളോ ഔലിയാക്കളോ സാദാത്യങ്ങളോട് ഹഫജാഹ് ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, അവിടുത്തെ ഉപ്പ, അവിടുത്തെ അജിദാത്ത് എല്ലാവരുടെയും ഹക്ക് കൊണ്ട് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സർവത്ര പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. വേണ്ടതുപോലെ പറയാനും അത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലവരായ സഹോദരിമാരെ, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച മത പഠനവേദിയുടെ 4ാം ദിവസത്തിലാണ് നാം ഉള്ളത്. ഇന്നലെയും മിനിഞ്ഞാം സാധുവായി ഞാൻ, അതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് ഇബ്രാഹിം ബാപ്പടിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മയിലുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്, ഈമാനില്ലാതെ മരിക്കേണ്ടി വന്നാൽ നേരിടാൻ പോകുന്ന ഭയാനകമായ അവസ്ഥകളെക്കുറിച്ചായിരുന്നു. ഞാനതിൻ്റെ ബാക്കി ഭാഗം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈമാനുള്ള
മനുഷ്യൻ വളരെ സന്തോഷകരമായ രൂപത്തിൽ അവൻ മരിക്കും. ഒരുപാട് സ്വാലിഹ്യങ്ങൾ നല്ല നിലക്ക് മരിച്ചു പോയത് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇന്നലെ തിരുമുഖം കോയ മുസ്ലിയാരുടെ മരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞല്ലോ. ചരിത്രത്തിൽ അഹ്മദ് ബിൻ യസീദ് അൽ കാസബി റഹിമഹുള്ളയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാം സിദ്ദിഖ് തങ്ങളുടെ ശിഷ്യനാണ് അഹ്മദ് ബിൻ യസീദ് അൽ കാസബി. അദ്ദേഹം സിദ്ദിഖ് തങ്ങളുടെ സദസ്സിൽ നിരന്തരം ചെന്ന് ഉസ്താദിന്റെ തന്റെ ശൈഖിന്റെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ മാറ്റം വന്ന് ഒരു ദിവസം തന്റെ ക്ലാസ് കഴിഞ്ഞ് ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞ് അവിടുത്തെ സാരോപദേശം കേട്ട ശിഷ്യന് വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മയോടും ഭാര്യയോടും മകനോടുമൊന്നും വേണ്ടതുപോലെ സംസാരമില്ലാത്തത് ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഹാക്കിദിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വളരെ വിശാലമായ ഒരു ചരിത്രത്തിന്റെ അല്പഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. മഹാനായ അഹ്മദ് ബിൻ യസീദ് അൽ കാസബി രണ്ടാം ദിവസവും ക്ലാസ് കഴിഞ്ഞ് ചെന്നപ്പോ മൂഖതയാണ് തന്നിൽ നിന്ന് ഉമ്മാക്ക് കാണാൻ കഴിയുന്നത്. 2-3 ദിവസം ഇത് കഴിഞ്ഞ് പിന്നീട് സിദ്ദിഖ് തങ്ങളുടെ സദസ്സിലേക്ക് അവിടത്തെ സാരോപദേശം ശ്രമിക്കാൻ പോയ തന്റെ മകൻ തിരിച്ചു വരുന്നില്ല. അഹ്മദ് ബിൻ യസീദ് അൽ കാസബി തിരിച്ചു വരാത്തത് കണ്ടപ്പോ ഉമ്മ മകനെയും അന്വേഷിച്ച്, ഉമ്മമാരായ നിങ്ങൾക്ക് തന്റെ മകനെ കാണാതിരുന്നാൽ എത്രമാത്രം വിഷമമുണ്ടാവും, നിങ്ങൾക്കത് ഊഹിക്കാവതേ ഉള്ളൂ. ആ ഉമ്മ കിഴവിയായ മാതാവ് ഗുരുവര്യരായ സിദ്ദിഖ് തങ്ങളുടെ സദസ്സിലേക്ക് ചെന്നിട്ട് മകനെ കുറിച്ച് അന്വേഷിച്ച് സിദ്ദിഖ് തങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളെ മകൻ എന്റെ സദസ്സിൽ ഇനിയും വരും, വന്നാൽ ഉടൻ ഞാൻ നിങ്ങളിലേക്ക് വിവരം അറിയിക്കാം, അപ്പൊ നിങ്ങൾ വന്നാൽ മതി. ഇമാം സിദ്ദിഖ് റഹിമഹുള്ള പറഞ്ഞതുപോലെ തന്നെ ദിവസങ്ങൾക്ക് ശേഷം അഹ്മദ് ബിൻ യസീദ് അൽ കാസബി അവിടുത്തെ തിരു സദസ്സിൽ വന്ന് ഉസ്താദിന്റെ സാരോപദേശം ശ്രവിക്കാനിരിക്കുമ്പോ അഹ്മദ് ബിൻ യസീദ് അൽ കാസബി അറിയാതെ ഉസ്താദ് ഉമ്മയിലേക്ക് ആളെ വിട്ടു. ഉമ്മ വന്ന്, ഭാര്യയുണ്ട്, മകനുമുണ്ട്, എല്ലാവരും വന്നു. പക്ഷേ ഉമ്മാക്ക് കാണാൻ കഴിഞ്ഞത് പോയപ്പോ ഉണ്ടായിരുന്ന ഒരു അഹ്മദിനെയല്ല. വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അഹ്മദ്. നല്ല ശരീര പ്രകൃതി ഉണ്ടായിരുന്ന അഹ്മദ് എല്ലാം തൊലിയുമായി മാറിയിട്ടുണ്ട്. തന്റെ മകനെ ഈ നിലക്ക് കണ്ടപ്പോ ഉമ്മക്ക് അത് സഹിച്ചു നിൽക്കാൻ കഴിയാതെ ഉമ്മ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് മകനെ പിടിച്ച് ഉമ്മ പറഞ്ഞു, മോനെ, ഉമ്മയെ വിട പറഞ്ഞു പോയിട്ട് ദിവസങ്ങൾ എത്രയായി മോനെ, നീ ഈ ഉമ്മയെ ഇട്ടേച്ച് എങ്ങോട്ടായിരുന്നു പോയിരുന്നത് എന്ന് ഉമ്മ തന്റെ വേവലാതി പറഞ്ഞപ്പോ അഹ്മദ് ബിൻ യസീദ് അൽ കാസബി തങ്ങൾ പറയുന്നത്, ഉമ്മ എന്റെ ചിന്ത മാറിയിട്ടുണ്ട്, ഞാൻ മറ്റൊരു ലോകത്താണുള്ളത്, ഉമ്മ എന്നോട് വെറുക്കരുത്. പക്ഷേ ഭാര്യ ഒരു നല്ല യുവതിയായ പെണ്ണാണ്. ചരിത്രത്തിൽ പറയുന്നു, ഭാര്യ അഹ്മദ് ബിൻ യസീദ് അൽ കാസബി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് തിരിയുന്നുവെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്റെ ഭർത്താവ്, അങ്ങയിലൂടെ എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടിയെ അങ്ങ് തന്നെ സംരക്ഷിക്കണം. ഭർത്താവില്ലാത്ത ഒരു ജീവിതം ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് ഭാര്യ അവിടെ നിന്ന് തുറന്നടിച്ചപ്പോൾ അഹ്മദ് ബിൻ യസീദ് അൽ കാസബി ഭാര്യയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ അനുവാദം കൊടുത്തു. മോനെ അരികിലേക്ക് വിളിച്ചിട്ട് മോനോട് പറഞ്ഞു, മോനെ, ഉപ്പയുടെ കൂടെ പോരാനാണോ മോൻ ആഗ്രഹിക്കുന്നത്? മോനോടൊരു കാര്യം, ഉപ്പയുടെ കൂടെ പോന്നാൽ എന്റെ കയ്യിലുണ്ടായിരുന്നൊരു സഞ്ചിയിൽ നിന്ന് ഉണങ്ങിയ ഒരു റൊട്ടിക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, മോനിക്ക് കിട്ടുന്ന ഭക്ഷണം ഇതുപോലത്തതായിരിക്കും. ഉപ്പ ധരിച്ച വസ്ത്രം, കീറിപ്പറഞ്ഞ വസ്ത്രമുണ്ടല്ലോ, ഇതുപോലത്തെ വസ്ത്രമായിരിക്കും ഉണ്ടാവുക. സദസ്സിനെ സ്തംഭരാക്കി ആ സദസ്സിൽ നിന്ന് ആ കുട്ടി അഹ്മദ് ബിൻ യസീദ് അൽ കാസബി തങ്ങളാകുന്ന പിതാവിന്റെ കൂടെ പോവാൻ സന്നദ്ധത കാണിക്കുന്നു.
അഹ്മദ് ബിൻ യസീദ് അൽ കാത്തബി ഇമാം സിദ്ദീഖി തങ്ങളുടെ സദസ്സിൽ നിന്ന് വീണ്ടും എങ്ങോട്ടോ പോയി മറയുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം സിദ്ദീഖി തങ്ങളുടെ സദസ്സിലേക്ക് ഒരു അപരിചിതനായ മനുഷ്യൻ കടന്നു വരുന്നു. വന്നിട്ട് ഉസ്താദായ സിദ്ദീഖി തങ്ങളോട് പറയുന്നത്, അങ്ങയുടെ ശിഷ്യൻ എന്ന് പറയുന്ന അഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്നാലിന്ന ഒരു ഖബർസ്ഥാനിൽ അന്ത്യശ്വാസം വലിച്ച്, അതായത് മരണം മുഖാമുഖം കണ്ട് അവസാന നിമിഷത്തിലായി കിടക്കുന്നുണ്ട് ഗുരുവര്യന്. അവസാനത്തെ ആഗ്രഹമായി പറയുന്നത് അങ്ങയെ ഒന്ന് കാണണമെന്നാണ് ഗുരുവര്യന്. അങ്ങ് എന്റെ കൂടെ ഒന്ന് പോന്നാലുമെന്ന് ഈ വന്ന അപരിചിതനായ മനുഷ്യൻ സിദ്ദീഖി തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖി തങ്ങൾ തന്റെ ശിഷ്യനെ കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ചെന്നു നോക്കുമ്പോ ദൂരെ കുറെ നടന്ന് ചെന്നു നോക്കുമ്പോ ഒരു ഖബർസ്ഥാനിൽ അഹ്മദ് ബിൻ യസീദ് അൽ കാത്തബി തന്റെ അവസാന പോയിന്റിലാണ്, നിമിഷങ്ങളിലാണ്. ഉസ്താദിൻ അരികിൽ ചെന്ന് അഹ്മദ് ബിൻ യസീദ് അൽ കാത്തബിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇങ്ങോട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. അഹ്മദ് ബിൻ യസീദ് അൽ കാത്തബിയുടെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. തന്റെ ശിഷ്യൻ എന്താണ് പറയുന്നതെന്ന് സശ്രദ്ധം വീക്ഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിദ്ദീഖി തങ്ങളാകുന്ന ഉസ്താദ് അവിടത്തെ ചെവിട് തന്റെ ചുണ്ടിലേക്ക് വെച്ച് പിടിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത്, വലിമിഥിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ വലിമിഥിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഞാൻ സന്തോഷകരമായ മരണം ഇതാ എന്റെ മുന്നിൽ കാണുന്നു. സ്വർഗീയ വനിതകളും സ്വർഗത്തിന്റെ ചിത്രങ്ങളും അതിലുള്ള ഹൂറുല്യങ്ങളും അതിൽ ഒഴുകുന്ന ഹാറുകളും അതിലുള്ള പഴങ്ങളും അതിലുള്ള സർവാനുഭൂതികളും എന്റെ മുന്നിൽ ഞാനിതാ നോക്കിക്കാണുന്നു. റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ അകമ്പടിയോടെ സന്തോഷകരമായ ഒരവസ്ഥയിൽ ഞാനിതാ മരിക്കാൻ പോകുന്നു. ലോകത്തോടായി അദ്ദേഹം അവസാന നിമിഷത്തിൽ ഒരു വസിയ്യത്ത് ഉസ്താദിനെ പറഞ്ഞേൽപ്പിക്കുന്നു. വലിമിഥിലി ഹാദാ, എന്നെപ്പോലെ മരിക്കണോ, സന്തോഷമായി മരിക്കണോ. ഫൽയഅമലിൽ ആമിലൂൻ, അധ്വാനിച്ചു കൊള്ളട്ടെ, അമലെടുത്തു കൊള്ളട്ടെ. മടക്കയാത്രയെ ഓർത്തുകൊണ്ട് നിങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇന്നലെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നല്ലോ സഹോദരിമാരെ. നിങ്ങൾ ഹദ്ദാദ് റാത്തീബ് ചെല്ലലുണ്ടോ? സൂറത്തു ദുഖാനി എന്നും നിങ്ങൾ ഓതലുണ്ടോ? അതുപോലെ തന്നെ മുൽക്ക് സൂറത്ത്, തബാറക സൂറത്ത്, ഇദാ വഖഅത്തുൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്തുൽ വാഖിഅ, അത് നിങ്ങൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിങ്ങൾ പാരായണം ചെയ്യലുണ്ടോ? ഹദ്ദാദ് റാത്തീബ് നിത്യേന ചെല്ലുന്ന ഒരു സഹോദരി ഈമാൻ കിട്ടി സഹായകമായി സന്തോഷകരമായി മരിക്കാനിടയാകും. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ ഞാൻ ഇന്നലെ പറഞ്ഞ സുന്നത്തായ കർമ്മങ്ങൾക്ക് പുറമെ സംസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തായ കാര്യങ്ങൾക്ക് പുറമെ, അതേ മഗ്രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടാകും. ഇശാഇന് മുമ്പും ശേഷവും നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടാകും. ഇതുപോലത്തെ സുന്നത്തായ കർമ്മങ്ങൾക്കൊക്കെ പുറമെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് എപ്പോഴും സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, അതായത് തബാറക, ഇദാ വഖഅതി പോലത്തെ സൂറത്തു ദുഖാൻ പോലത്തെ സൂറത്തുകളെല്ലാം നിത്യേന നിങ്ങളെ ശൈലിയാക്കി നിങ്ങൾ മാറ്റണം. അതുപോലെ ഹദ്ദാദ് റാത്തീബ് നിത്യേന നിങ്ങൾ വീടുകളിൽ ചെല്ലണം. ഒരു നല്ല ജീവിതം കാഴ്ചവെച്ചാൽ എന്നെ പോലെ മരിക്കാൻ കഴിയുമെന്ന് മഹാനായ അഹ്മദ് ബിൻ യസീദ് അൽ കാത്തബി തങ്ങൾ തന്റെ ഉസ്താദിനോടായി ലോകത്തോട് പറയാൻ വേണ്ടി വസിയ്യത്താക്കുന്നു. വലിമിഥിലി ഹാദാ, എന്നെ പോലെ മരിക്കണോ, ഞാനിപ്പോ എന്റെ മുന്നിൽ കാണുന്ന ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണോ. ഫൽയഅമലിൽ ആമിലൂൻ, അധ്വാനിക്കുന്നവൻ അധ്വാനിച്ചു കൊള്ളട്ടെ, അമലെടുത്തു കൊള്ളട്ടെ എന്ന് മഹാനായ അഹ്മദ് ബിൻ യസീദ് അൽ കാത്തബി റഹിമഹുല്ലാഹ് പറയുന്നു. സന്തോഷത്തോടെ മരിച്ചു. ചരിത്രം നീണ്ടു പോകുന്നുണ്ട്.
ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ സന്തോഷത്തോടെ അഹ്മദ് ബിൻ യസീദ് അൽ കാത്തബി റഹിമഹുല്ലാഹ് ലോകത്തോട് വിട പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞ മരണത്തിൽ നിന്ന് വ്യത്യസ്തമാണിന്ന്, അല്ലെ? ഇന്നലെ ഞാൻ പറഞ്ഞത് ഭീകരമായ രംഗങ്ങളാണ്, ഭീകരമായ രംഗങ്ങളാണ് മരണത്തിനുള്ളതെന്ന്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സ്ഥാനത്ത് നല്ല നിലയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ മഹാന്മാരായ ആളുകളെ സ്നേഹിച്ച്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, ആദരിക്കേണ്ടുന്നതിനെ ആദരിച്ച്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മരണം സന്തോഷമാകുന്നു. എപ്രകാരമെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും അഥവാ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും ഉമ്മസ്തഖാമു, പിന്നീട് റബ്ബ് നമുക്ക് കാണിച്ചു തന്ന ഒരു യഥാർത്ഥ റൂട്ടുണ്ട്. ആ റൂട്ട് നമ്മുടെ മാർഗരേഖയായി പിടിച്ച് ഒരു മുസ്തഖീമായ ചൊവ്വായ പാന്താവിലൂടെ ജീവിച്ചാൽ പാരമ്പര്യമായി നമുക്ക് കിട്ടിപ്പോന്ന ചില വിശ്വാസ കർമ്മ ആചാരങ്ങളുണ്ട്. ആ വിശ്വാസ കർമ്മങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുസ്തഖീമായ റൂട്ടിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്റെ റബ്ബാണെന്ന് പറയുക മാത്രമല്ല, മനസ്സറിഞ്ഞ പറച്ചിലും മനസ്സറിഞ്ഞ പ്രവർത്തനവും, റബ്ബാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്തരക്കാർ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കുന്ന സന്ദർഭത്തിൽ മലായികത്ത് ഇറങ്ങും. ഞാനൊരു തഫ്സീറാണ് പറയുന്നത്. അവരുടെ മരണ സന്ദർഭം അവരിലേക്ക് മലായികത്ത് ഇറങ്ങി വരും. റഹ്മത്തിന്റെ മലായികത്ത് സുസുന്ദര മുഖവുമായിക്കൊണ്ട് സന്തോഷകരമായ അവസ്ഥയിൽ നമ്മെ സമാധാനിപ്പിക്കാൻ, നമ്മെ സന്തോഷിപ്പിക്കാൻ ഒരു ഭീതിതമായ അന്തരീക്ഷം നമ്മുടെ മുന്നിൽ കാണുമ്പോ അവർ വന്നിട്ട് നമ്മെ സമാധാനിപ്പിക്കുന്നു. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങളുടെ മുന്നിൽ സ്വർഗം വരാനുണ്ട്, അതിന്റെ ചിത്രം കണ്ടോളൂ. നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്നത് സ്വർഗമാണ്, അതിന്റെ രൂപം കണ്ടോളൂ എന്ന് പറഞ്ഞ് സ്വർഗചിത്രം മലായികത്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നു. നിങ്ങളോട് വായ്ദ ചെയ്യപ്പെട്ട സ്വർഗമിതാ, ആ സ്വർഗം കണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മഹാന്മാരായ മലായികത്ത് പറയുന്നു. സഹോദരന്മാരെ, ഇസ്രായേൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഭീകരമായ രൂപത്തിലല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, സന്തോഷമായ രൂപത്തിലാണ്. അതേ ആകാശം വരെ മുട്ടി നിൽക്കുന്ന മലായികത്ത് സന്തോഷകരമായ ആ രൂപത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലും കയ്യും പിടിക്കുന്ന മലക്ക് അവരും നല്ല രൂപത്തിലാണ്. എന്നിട്ട് നമ്മുടെ മുന്നിൽ സ്വർഗത്തിന്റെ ചിത്രം കാട്ടിക്കൊണ്ട് അതേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പരാജയപ്പെട്ട് നമ്മുടെ അരികിൽ നിന്ന് തിരിച്ചുപോയി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷകരമായി അങ്ങോട്ട് മരിക്കുന്നുവെങ്കിൽ സന്തോഷം നമ്മുടെ മുന്നിൽ കാണുമ്പോ വേദനക്കൊരൽപ്പം സമാധാനം കിട്ടും. മരണത്തിന് നല്ല നിലക്ക് മരിച്ചാലും മരണത്തിന് വേദനയുണ്ട്, പക്ഷേ അതിന് സമാധാനം കിട്ടും. ഞാൻ അതിന് ഉദാഹരണം പറയണോ? നിങ്ങളെ കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്ന് നിങ്ങളുടെ കുട്ടിയുടെ കാലിൽ ഒരു കുട്ടിച്ചില്ല് തറച്ചതാണ്, അല്ലെങ്കിൽ ഒരു മുള്ളു കുത്തിയതാണ്. കുട്ടിയാണെങ്കിൽ വാ വിട്ട് കരയുന്നുണ്ട്. കുട്ടിയുടെ കരച്ചിൽ കാണാൻ കഴിയാതെ ഉമ്മ വല്ലാത്ത വിഷമം സഹിക്കുന്നുണ്ട്. ഡോക്ടറുടെ അരികിൽ നിങ്ങൾ ചെന്ന്, ഒരു നല്ല വിദഗ്ധനായ ഡോക്ടറാണെങ്കിൽ കുട്ടിയുടെ കയ്യിൽ തന്റെ മേശപ്പുറത്തുള്ള എന്തെല്ലാം കാണാൻ ഭംഗിയുള്ള വസ്തുക്കളൊക്കെ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ആ കുട്ടിക്ക് സന്തോഷമുണ്ടാക്കുന്നു. ആദ്യം കുട്ടിയുടെ കരച്ചിൽ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് ആ കുട്ടിയെ കളിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ആ കുട്ടിയെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേള സഹോദരിമാരെ, വളരെ പെട്ടെന്ന് മുള്ളു പുറത്തേക്ക് പോന്നിരിക്കും, എടുത്തിരിക്കും. അതിനിടയ്ക്ക് ഒരു വിദഗ്ധനായ ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർ ഈ കുട്ടിയുടെ കാലിൽ നിന്ന് മുള്ളു പുറത്തേക്കെടുത്തിരിക്കും. കുട്ടി അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. കുട്ടി വളരെ സന്തോഷിക്കുന്ന വേള, എന്തോ ഭംഗിയുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന വേള, ആ കുട്ടിയുടെ കാലിൽ നിന്നും മുള്ളോ കുട്ടിച്ചില്ലോ ആ ഡോക്ടർ പുറത്തെടുത്തു കഴിഞ്ഞു. സന്തോഷകരമായ വേളയിൽ ദുഃഖത്തിന് സമാധാനമുണ്ടാകുമല്ലോ.
സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അമ്പ് തറച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് നിസ്കാരമെന്നത്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് വേദനയില്ലാതെ ഈ അമ്പിന്റെ മോന പുറത്തെടുക്കണമെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ നിൽക്കും. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തിൽ അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ചു ചേർന്ന സന്ദർഭം ഞാൻ മറ്റൊന്നും അറിയില്ല. നിങ്ങൾ ആ മുള്ളു പുറത്തെടുക്കണമെന്ന്, അമ്പ് പുറത്തെടുക്കണമെന്ന് സയ്യിദുന അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ സഹോദരിമാരെ. ഓരോരുത്തർക്കും സന്തോഷകരമായത് മറ്റ് പലതുമായിരിക്കാം. ഈ സന്തോഷകരമായ വേളയില് വേദന കുറഞ്ഞതായി നമുക്ക് തോന്നും. നിങ്ങൾ കേട്ടിട്ടില്ലേ സലീഹ ബീവിയുടെ സംഭവം? സലീഹ ബീവിയുടെ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ബീവി സലീഹ വല്ലാതെ ആകർഷിച്ചു പോയി. അങ്ങനെ പ്രശ്നമായി. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമൊക്കെ നടന്ന് ചരിത്ര കഥാപ്രസംഗങ്ങളിലൂടെയൊക്കെ നിങ്ങളത് കേട്ടിരിക്കും. ഖുർആൻ പറയുന്ന സംഭവമാണ്. അങ്ങനെ ബീവി സലീഹ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരോപണം വന്ന സമയത്ത് തന്നെ ആരോപിക്കുന്ന മറ്റു സ്ത്രീകൾക്ക് ചുട്ട മറുപടി കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെ ബീവി സലീഹ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്ത്രീകളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രദർശന വേദി സംഘടിപ്പിച്ചല്ലോ. എല്ലാ സ്ത്രീകളെയും വിളിച്ചു വരുത്തി 2 സൈഡിലിരുത്തിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവരുടെ മധ്യത്തിലൂടെ അങ്ങോട്ട് നടത്തിവിടാൻ ശ്രമിച്ചു. അങ്ങനെ അവരെ കയ്യിൽ ചെത്തി മുറുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കത്തിയും കക്കരിക്കയും കയ്യിൽ കൊടുത്തി എല്ലാ സ്ത്രീകളോടും അത് ചെത്താൻ പറയുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അങ്ങോട്ട് നടത്തിവിട്ടു. സുബ്ഹാന ജല്ല ജലാലുഹു. യൂസുഫ് നബി അവരുടെ മധ്യേ അങ്ങോട്ട് നടക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ സർവ്വ സഹോദരിമാരും യൂസുഫിന്റെ മുഖത്തേക്ക് നോക്കി. യൂസുഫിന്റെ ഭംഗി കണ്ട് ചെത്തിക്കൊണ്ടിരിക്കുന്ന കക്കരിക്ക ചെത്തി തീർന്നത് അവരറിഞ്ഞില്ല. കയ്യിന്റെ വിരലുകളും ചെത്താൻ തുടങ്ങി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ ഭംഗിയേറിയ മുഖമങ്ങോട്ട് കണ്ടപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയിൽ സന്തോഷകരമായ ഒരവസ്ഥ നിലനിന്നപ്പോ ആ ഭംഗിയിൽ അങ്ങോട്ട് ആകൃഷ്ടരായ സഹോദരിമാർ അവരെ കക്കരി കച്ചത്തി തീർന്നതറിഞ്ഞില്ല. കൈവരലും മുറിച്ചു പോകുന്നു. വിരല് മുറിഞ്ഞ് കുറേ മുറിഞ്ഞിട്ടും അതിന്റെ വേദന അറിഞ്ഞില്ല. സഹോദരിമാരെ, മരിക്കുമ്പോ വേദനയുണ്ടാകും. പക്ഷേ സന്തോഷകരമായ റഹ്മത്തിന്റെ മലായിക്കത്ത്, സ്വർഗത്തിന്റെ ചിത്രം, മറ്റു പലതും ഇപ്പുറത്തിങ്ങനെ കാണുമ്പോ നമ്മെ സമാധാനിപ്പിക്കാൻ മലായിക്കത്ത് നിന്നുകൊണ്ട് നമ്മെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ വേദനക്കൽപ്പം ശമനം ലഭിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മലായിക്കത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ടാവണം. അഹ്മദ് ബിൻ യസീദ് കാത്തവി മരിച്ചതുപോലെ മരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹിന്റെ മരണം പോലെ മരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അവിടുന്ന് പറഞ്ഞ സ്വാലിഹിയുടെ മരണം നമുക്ക് മരിക്കാൻ കഴിയണം. അതിനെന്താണ് വേണ്ടതെന്നോ? അഹ്മദിന്റെ വസിയത്ത് വീണ്ടും ഞാൻ പറയുന്നു. അധ്വാനിക്കുന്നവൻ അധ്വാനിക്കട്ടെ. നിങ്ങൾക്ക് കുറെ പാടങ്ങളുണ്ട്, കൃഷികളുണ്ട്. ആ കൃഷികളിൽ ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്താൽ, ആ കൃഷികളിൽ ജോലി ചെയ്യിപ്പിച്ചാൽ, സഹോദരിമാരെ ജോലി ചെയ്ത് അധ്വാനിച്ച് അതിൽ നിങ്ങൾ വിളവിട്ടിട്ടുണ്ടെങ്കിൽ ആ വിളവ് കുറെ കഴിയുമ്പോൾ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും. ഇവിടെ സ്വാലിഹ്യങ്ങൾ കുറെ കൃഷി ചെയ്ത് തിരിച്ചുപോയവരാണ്. അവരൊക്കെ അവരെ പരലോകത്ത് അവരുടെ കൃഷികൾ ഇങ്ങനെ കൊയ്തെടുക്കുമ്പോ സാധുവായ ഞാനും നിങ്ങളും മാതൃസമാനിന്റെ ചണ്ടികളായ ചപ്പ് ചവറുകളായ ഞാനും നിങ്ങളും അവരൊക്കെ അവരുടെ കൃഷി ഇങ്ങനെ കൊയ്തെടുക്കുന്ന നേരത്ത് നമുക്ക് നിസ്കാരമില്ല. അതും ന്യൂനത നിറഞ്ഞ നിസ്കാരം. അതോ കുറെ സുന്നത്തായ കർമ്മങ്ങളില്ല, കുറെ ചൊല്ലിപ്പറഞ്ഞ കാറുകളില്ല, ഒരുപാട് നന്മകളില്ല, ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ വെറും കഞ്ഞോടെ നിൽക്കേണ്ടി വരില്ലേ? കുറെ സ്വാലിഹ്യങ്ങളോ അവരവരുടെ നിസ്കാരങ്ങളും സുന്നത്തായ കർമ്മങ്ങളും അവരുടെ എല്ലാ കാറുകളും അള്ളാന്റെ മുന്നിൽ വാരി കൂട്ടുമ്പോ നമ്മളൊന്നുമില്ലാതെ വെറും കഞ്ഞോടെ
കാലി കയ്യോടെ നിൽക്കേണ്ടി വരുന്നുവെങ്കിൽ അത് നമ്മുടെ എല്ലാമായ പതനത്തിന് കാരണമാകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വാലിഹീങ്ങൾ മരിച്ചതുപോലെ മരിക്കാൻ നമുക്ക് കഴിയണം. അവരെ ആത്മാവത ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏതുപോലെയാണെന്ന് പറയുന്നു. ഒരു തോൽപാത്രത്തിന് ഒരു ചെറിയ ദ്വാരമുണ്ടായാൽ ആ ദ്വാരത്തിൽ ഒരു നൂലിട്ട് കൊടുത്താൽ ആ നൂലിലൂടെ വെള്ളത്തുള്ളികൾ ഉച്ചിച്ചായി എഴുന്നത് പോലെ വളരെ നല്ല രൂപത്തിൽ വേദനയില്ലാതെ വളരെ നല്ല രൂപത്തിൽ അതാ മെല്ലെ മെല്ലെ സ്വാലിഹീങ്ങളെ ആത്മാവ് പിടിക്കുന്നു. ഇസ്രായീൽ അത് പിടിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന നല്ലൊരു പട്ടിന്റെ വസ്ത്രം ആ വസ്ത്രത്തിലിട്ടത് പൊതിയുന്നു, തുരുതുര ചുംബിക്കുന്നു, അടുത്ത മലക്കിലേക്ക് കൊടുക്കുന്നു. സഹോദരിമാരെ വീണ്ടും അത് കൈമാറുന്നു. കൈമാറി ആകാശത്തേക്ക് എത്തുന്നു. ആകാശത്തിലേക്ക് എത്തുമ്പോ ആകാശ കവാടം അവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ തുറക്കപ്പെടുന്നു. ഒന്നാൻ ആകാശത്തുള്ള മലായിക്കത്ത് വന്നിട്ട് എന്തോ ഒരു ഉഷ്ണമായ വരവേൽപ്പ് അല്ലേ, രണ്ടിലും വരവേൽപ്പല്ലേ, മൂന്നിലും വരവേൽപ്പ്, എല്ലായിടത്തും വലിയ സ്വീകരണം ഏറ്റുവാങ്ങി നിന്നെ ആനയിച്ച് കൊണ്ടുപോകുകയാണ്. എന്നിട്ട് സ്വർഗത്തിലൊരു പദവിയാണ്, അവിടെ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് നിന്റെ ആത്മാവ് തിരിച്ചുവിടുന്നു എന്നോട്ട് ഭൂമിയിലേക്ക്. അപ്പോഴേക്ക് നിന്നെ കൊണ്ടു ചെന്നതാ, നിന്നെ കുളിപ്പിച്ച് നിന്നെ കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് ആളുകൾ അതാ വല്ലാതെ കൂടുതലൊന്നും വെക്കില്ലല്ലോ, കുറച്ചു സമയം വെച്ച് വരേണ്ടവരൊക്കെ വന്നു എന്ന് കണ്ടാൽ നിന്നെ മാറ്റി ചമയിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി നിന്റെ ഭൗതിക ബോഡി വെക്കുമല്ലോ. ഒരാളുമില്ലാത്ത, തിരിഞ്ഞും മറിഞ്ഞും കടക്കാൻ സ്ഥലമില്ലാത്ത, ഒരു ലൈറ്റ് പോലുമില്ലാത്ത, ഒരു ദ്വാരമെങ്ങാനും ചെറുതെങ്കിലും ഉണ്ടെങ്കിൽ മൂടുകല്ല് വെച്ചതിന് ശേഷം ആ ദ്വാരം പോലും കുഴിയന്മാർ ഇല വെച്ചുകൊണ്ട് മണ്ണ് തേമ്പി അടയ്ക്കുകയാണ്. എന്നിട്ടോ സഹോദരിമാരെ, അതിനു മേലെ നമ്മുടെ മക്കൾ നെഞ്ഞത്തേക്ക് മണ്ണിട്ട്, കുടുംബക്കാര് മണ്ണിട്ട്, ആരാരുമില്ലാതെ നമ്മെ ഒറ്റക്കാക്കി പോരുന്ന വേള സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ നമ്മുടെ ആത്മാവത നമ്മളെ ഖബറിൽ ഭൗതിക ബോഡിയിലേക്ക് ഇട്ട് തരുന്നു. നമുക്ക് ജീവൻ ഉണ്ടാകുന്നു, നമുക്ക് ജീവൻ ഉണ്ടാവുകയാണ്. നീസങ്ങളെ കൊണ്ട് ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ അവരൊക്കെ നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയം കഴിഞ്ഞാൽ എല്ലാവരും അവരവരെ വീട്ടിലേക്ക് പോകുമല്ലോ. നിങ്ങൾക്കറിയുമോ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ മയ്യത്തിന്റെ കൂടെ 3 വസ്തുക്കൾ പോകുന്നുണ്ട് പോൽ. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, നിന്റെ കുടുംബം. ആ കുടുംബക്കാർ നിന്നെ എത്ര സ്നേഹിച്ച കുടുംബക്കാരാണെങ്കിലും ആരാരും നിന്റെ ഖബറിൽ ഇറങ്ങിക്കിടക്കുന്നില്ല. എല്ലാരും ഖബർ വരെ വരുന്നു, ഖബറിലേക്ക് എത്തി നോക്കുന്നു, കുഴി ശരിയായിട്ടുണ്ടോ എന്ന് നോക്കുന്നു ചിലർ, മറ്റു ചിലർ ആവേദനയോടെ വന്നു നോക്കുന്നു. എന്നിട്ടോ ഖബറിന്റെ വക്കില് വരെ ഉള്ളിലേക്ക് ഒരാളുമില്ല. പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തതും ദോഷം ചെയ്തതും നമ്മുടെ സുഹൃത്തുക്കളെ കണിവലയിൽപ്പെട്ടിട്ടാണല്ലോ. പുരുഷന്മാരാണെങ്കിൽ അധികവും ഇങ്ങനെ. സഹോദരിമാരും 4 പെണ്ണുങ്ങൾ കൂടിയപ്പോ ഒരു പെണ്ണിനെ കുറിച്ച് ചർച്ച നടന്നല്ലോ. അങ്ങനെ അവളെ കുറിച്ചുള്ളതും ഇല്ലാത്തതും പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞ് കുറെ സമയം ചെലവഴിച്ചല്ലോ. കമ്പനി ഇങ്ങോട്ട് കിട്ടിയപ്പോ ഹരമൂത്ത് പലതും പറഞ്ഞു പോയല്ലോ. ഒരു വർത്തമാനം പറയുമ്പോ ഉമ്മമാരെ 100 വട്ടം ചിന്തിക്കണം കേട്ടോ. അതിൽ വല്ല നിജസ്ഥിതിയുമുണ്ടോ? ഞാൻ ഈ സംസാരിക്കുന്നത് കൊണ്ട് എന്റെ റബ്ബിന്റെ അരികിൽ എനിക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടുമോ? ഇത് 100 വട്ടം ചിന്തിച്ചിട്ടല്ലാതെ നിങ്ങളൊരു സംസാരവും സംസാരിച്ചു പോകരുത്. മനുഷ്യൻ ചെയ്ത സർവ്വ അഅ്മാലുകളെയും, നമ്മൾ അധ്വാനിച്ച് ചെയ്ത മുഴുവൻ അഅ്മാലുകളെയും മറ്റുള്ളവർ അവരുടെ ഏടിലാക്കി കൊണ്ടുപോകുന്നത് നാളെ ആഖിറത്തിൽ നമ്മൾ കാണാനിരിക്കുന്നു. നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്,
നമ്മൾ ഒരു വക്കത്തും നിസ്കാരം ഒഴിവാക്കാത്ത ഉമ്മമാരെന്റെ മുന്നിലുണ്ടാവും. നല്ലവരായ സഹോദരിമാർ നിത്യേന ഖുർആൻ ഓതിയിരുന്നു, എല്ലാ നന്മകളും ചെയ്തിരുന്നു. പക്ഷേ ആഖിറത്ത് ചെല്ലുമ്പോ നമ്മളെ വീടിൽ അതൊന്നും കാണാനില്ല. എന്താ സംഭവിച്ചതെന്നറിയോ? നിസ്സാര വാക്കുകളെ കൊണ്ട് നമ്മളെ ആമാല് മറ്റാരോ കൊണ്ടുപോയി. നിങ്ങൾക്കറിയോ, ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോ കുറിയ ഒരു പെണ്ണ് വന്ന്, നീളം കുറഞ്ഞൊരു പെണ്ണ് വന്ന്, ഒരു ചോട്ടാ പെണ്ണെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാ. വന്ന ആവശ്യം നിർവഹിച്ച് പെണ്ണ് തിരിച്ചു പോയപ്പോ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ പെണ്ണിലുള്ള ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? എന്താണ് ആ പെണ്ണിനെ ഇത്ര ചെറുതാക്കിയതാകലെ തങ്ങളെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. ഒരാക്ഷേപ വാക്കാണോ? ഉള്ള ഒരു സത്യമാണ് ഇവിടെ പറഞ്ഞത്. ആ പെണ്ണിനെ ഇത്ര ചെറുതാക്കിയത് എന്താണാവോ എന്ന് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ ആയിഷ ഖദ്ഇഖ്തബ്തിഹാ, ആ പെണ്ണിനെ കുറിച്ച് അങ്ങ് ഗീബത്ത് പറഞ്ഞുപോയി, അങ്ങ് ഗീബത്ത് പറഞ്ഞുപോയി. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം, എത്ര സഹോദരിമാരെ കുറിച്ച് നമ്മൾ നേരം കൊടുത്ത് വൈകുന്നേരമാകുന്നത് എനിക്ക് പറയലുണ്ട്. ഗീബത്തും നമീമത്തും പറഞ്ഞ് നമ്മുടെ സമയം 4 സ്ത്രീകൾ ഇങ്ങോട്ട് കൂടിയാൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, ഇമ്മാന്റെ കുറ്റം മരുമക്കൾ പറഞ്ഞു പരത്തുക, മരുമക്കളുടെ കുറ്റം അമ്മായിമ്മയും പറഞ്ഞു പരത്തുക. നിസ്സാര പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് അയൽപക്കത്തെ വീടുകളിലൊക്കെ നടന്നുകൊണ്ട് ഈ പെണ്ണിനെ വല്ലാതെ ആക്ഷേപിക്കുക. ഇമ്മാനെ കുറിച്ച് മരുമകൾക്ക് ആക്ഷേപം തീരുന്ന സന്ദർഭമേയില്ല. എന്റെ പെങ്ങന്മാര്, നമ്മൾ അധ്വാനിച്ച അമാലുകളൊക്കെ വെറുതെ മറ്റുള്ളവർക്ക് കൊടുക്കണോ? ഞാനെന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്നറിയോ? കുറെ ആളുകൾ ഇങ്ങോട്ട് കൂടുമ്പോഴാണ് ദോഷം ഭരിക്കല്, കുറെ സംസാരം ഭരിക്കുമ്പോഴാണ് ദോഷം ഭരിക്കല്. നമ്മുടെ കുറെ കൂട്ടുകാർ, അവരോടൊപ്പം കൂടി നമ്മൾ തെറ്റ് ചെയ്തിരുന്നു. അവരെല്ലാം ശരീരത്തെക്കുറിച്ച് ആലോചിക്കാതെ അവരെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടിയപ്പോ ഒരു ഹരമായി വേണ്ടാത്ത കാര്യം കണ്ടിരുന്നു. ഒരു ഞായറാഴ്ച സീരിയൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയൽപക്കത്തെ വീട്ടിൽ ചെന്നുകൊണ്ട് 4 മണി മുതൽ 6:30 മണി വരെ അവിടെ ചെലവഴിച്ചിരുന്നു. വേണ്ടാത്തത് കണ്ടിരുന്നു. പക്ഷേ ഞാൻ എന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങളെ ഖബർ വരെ നിങ്ങളെ കൂട്ടുകുടുംബാദികൾ വന്നു, ഖബറിന്റെ വക്കിൽ ഇങ്ങനെ നിന്നു, എന്തി നോക്കി. അതിൽ കവിഞ്ഞോരാൾ നമ്മൾ ഒറ്റക്കാകുന്ന വേള, നമുക്ക് സഹായം കിട്ടേണ്ടുന്ന വേള ഒരാളും നമ്മുടെ കൂടെയില്ല. നമ്മൾ കുറെ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഇത് നമ്മുടെ കൂട്ടിനുണ്ടാകുന്നു. ഈ സ്വാലിഹായ മനുഷ്യന്റെ ശരീരം ഖബറിൽ വെച്ചു. നിങ്ങൾ നോക്ക്, നമുക്ക് കൂട്ടിനവിടെ ആരെങ്കിലും വേണ്ടേ? ഞാനിരുന്ന നമ്മളെ അവസ്ഥ എന്താ? ഞാൻ എന്റെ ഉമ്മമാരോട്, പെങ്ങന്മാരോട്, പ്രവാസികളുടെ ഭാര്യമാരെന്റെ വയത് കേൾക്കാൻ വന്നിട്ടുണ്ടോ? എന്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? നിങ്ങളെ വീടുകളിൽ നിങ്ങളെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ലീവിന് വന്ന് 6 മാസം നിന്ന് തിരിച്ചു പോയപ്പോ ഈ 6 മാസത്തിനിടയ്ക്ക് നിങ്ങളൊരു പുതിയ വീടും ഉദ്ഘാടനം കഴിഞ്ഞ് ഭർത്താവ് നിങ്ങളെ തനിച്ചാക്കി ഗൾഫിലേക്ക് തിരിച്ചു പോയല്ലേ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് കൂട്ടിനാരുമില്ല. ചെറിയ 6 വയസ്സായ, 8 വയസ്സായ, അല്ലെങ്കിൽ 5 വയസ്സായ, ഒരു 3 വയസ്സുമായ 2 or 3 കുട്ടികള്, അവരെ നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ ഒറ്റക്കൊരു വീട്ടിൽ കിടക്കാൻ നിങ്ങൾക്ക് പേടി വരുന്നു. എന്നിട്ടോ ഭർത്താവ് ചുറ്റുമതിൽ കെട്ടിത്തന്നിട്ടുണ്ട്. അതിന് പുറമേ നിനക്ക് കാവലിന് 1-2 നായകളെയും വെച്ച് തന്നിട്ടുണ്ട്. എല്ലാമായിട്ടും ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ, നിന്റെ ബെഡിൽ നിന്നൊരു ബട്ടൺ അമർത്തിയാൽ നിന്റെ വീടാകെ ലൈറ്റ് തെളിയുന്ന സംവിധാനമുണ്ട്. പക്ഷേ മോളെ, വിശാലമായ നിന്റെ ബെഡ്റൂമിൽ കിടക്കുമ്പോ സർവ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആ ബെഡ്റൂമിൽ നിന്ന്
അപ്പുറത്തെ ബെഡ്റൂമിൽ നിന്ന് ഒരു പല്ലിയുടെ കൊക്കൽ കേട്ടാൽ നിനക്ക് പേടി വരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, നീ ഉയരങ്ങളിൽ വെച്ച വസ്തു അറിയാതെ ഒന്ന് ചാടിപ്പോയാൽ അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് നിനക്ക് ബേജാറ് വരുന്നുണ്ടോ? നിനക്ക് പേടിയുണ്ടോ? എല്ലാ സൗകര്യങ്ങളുമുള്ള നിന്റെ ബെഡ്റൂം നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് നിനക്ക് പേടിയല്ലേ? പല പെണ്ണുങ്ങളും പേടിയായിട്ട് അയൽപക്കത്ത് നിന്ന് വീട്ടുകാരെ വിളിച്ച് കിടത്തുന്നു, അയൽപക്കത്തെ സ്ത്രീയെ ഇവിടെ കിടത്തുന്നു. മോളെ, ഒരു ലൈറ്റ് ഇടാനൊരു സ്വിച്ചുമില്ല, വെറും മണ്ണ് വിരിച്ച മെത്തയിൽ കിടക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ ഇടമില്ലാതെ ഒരു കുടുസായ വീടില്ലേ? മൂടുകല്ല് മേലെ വെച്ച് അതിനു മേലെ മണ്ണും തേണ്ടി ഒരു ലൈറ്റിന്റെ പൊടി പോലും ഉള്ളിലേക്ക് കിടക്കാതെ നിന്നെ ഒറ്റക്കാക്കി കുടുംബം പോകുമ്പോ, നിന്റെ മക്കള് പോകുമ്പോ, വേണ്ടപ്പെട്ടവരെല്ലാം വിട്ടേച്ച് പോകുമ്പോ, രണ്ട് മലക്കുകൾ അതാ നിന്റെ മുന്നിലേക്ക് വരുന്നു. ആദ്യം വന്നിട്ട് നിന്നെ എണീറ്റിരുത്തുന്നു. എന്നിട്ട് നിന്നോട് ചോദിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഒരു മുഅ്മിനത്ത് ജീവിക്കുന്നത് പോലെ ജീവിച്ചിട്ടുണ്ടായിരുന്നോ എങ്കിൽ അവിടുന്ന് പറയുന്നു, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാതെ ആരാണ്? എനിക്കൊരേ ഒരു റബ്ബേ ഉള്ളൂ, അതെന്റെ അല്ലാഹുവാണ്. വമാ ദീനുക, നിന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോ എന്റെ ദീന് ഇസ്ലാമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ എന്ന് നിനക്ക് അവിടെന്ന് പറയാൻ കഴിയും. എന്നിട്ടതാ ഒരു രൂപം നിന്റെ മുന്നിൽ കാണിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഈ കാണുന്ന പുരുഷനെ പരിചയമുണ്ടോ? അപ്പോൾ നീ ആ ആളിലേക്ക് നോക്കിയിട്ട് സന്തോഷത്തിന്റെ മുഖമായി നിൽക്കുന്ന ആ പുരുഷനിലേക്ക് നോക്കിയിട്ട് പറയും, ഇതെന്റെ ഹബീബാണല്ലോ, ഇതെന്റെ റസൂലാണല്ലോ. എന്താണ് റസൂലാണെന്നതിന് തെളിവെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, നീ തന്ന ഖുർആൻ ഓതിയിരുന്നു, ആ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിരുന്നു, ഖുർആൻ ചില സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അതെല്ലാം വിശ്വസിച്ചിരുന്നു എന്ന് അവിടെ വെച്ചുകൊണ്ട് നീ പറയുമ്പോ മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയുമ്പോലോ, എന്റെ അടിമ സത്യം പറഞ്ഞുപോയി, എന്റെ അടിമ സത്യം പറഞ്ഞുപോയി. അതുകൊണ്ട് നിങ്ങൾ വിശാലത ചെയ്യൂ, അവിടത്തെ കബർ വിശാലത ചെയ്തു കൊടുക്കൂ. കബറത വിശാലമാകുന്നു, 70 മുഴത്തേക്ക് നീളുന്നു. നിനക്കൊരു വലിയ ബെഡ്റൂം പോലെ സ്വർഗത്തിൽ നിന്ന് പട്ടുവസ്ത്രം കൊണ്ടുവന്ന് അതിന്റെ ചുമരുകളൊക്കെ മറക്കുമെന്ന് സയ്യിദുൽ വജൂദ് തങ്ങൾ പഠിപ്പിക്കുന്നു. അഷ്റഫുൽ തങ്ങൾ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു വസ്ത്രം കൊണ്ടുവന്ന് നിനക്ക് വിരിച്ചു തരുന്നു. എന്തോ ഒരു സുഖമുള്ള ബെഡല്ലേ, അതിലാണ് നീ കിടക്കുന്നത്. സ്വർഗത്തിന്റെ കവാടം തുറന്നു തരുന്നു, അതിൽ നിന്ന് സ്വർഗീയ പരിമളം വരുന്നു. നിന്നെ സഹായിക്കാനതാ ഒരു മനുഷ്യനിങ്ങനെ നടന്നു വരുന്നു. എന്തോ ഒരു ഭംഗി ആ മുഖം ഇങ്ങനെ കാണാൻ. പല പ്രാവശ്യം നീ ആ മുഖത്തേക്ക് നോക്കുന്നു. എന്നിട്ട് പറയുന്നു, മോളെ വേജാറാവണ്ട, ഞാൻ നിനക്ക് കൂട്ടിനുണ്ട് മോളെ എന്ന് പറഞ്ഞ് കൂട്ടിന് നിൽക്കുന്നു. അപ്പോൾ ഈ ഖബറാണ് ചോദിക്കുന്നു, ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ എന്നെ പരിചയമില്ലേ? അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സ്വാലിഹായ അമലാണ്, ഞാൻ നിന്റെ സ്വാലിഹായ അമലാണ്. നീ നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും കുറെ സ്വതക്ക കൊടുത്തതും സക്കാത്ത് കൊടുത്തു വീട്ടിയതും കുറെ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തതും കുറെ തസ്ബീഹും അദ്കാറുകളും ചൊല്ലിയതും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതും കുറെ നന്മകൾ നിത്യേന നാം ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ. ആ നന്മയതാ നമ്മളെ ഖബറിലേക്ക് വരുന്നു. രണ്ടു കൂട്ടര് തിരിച്ചുപോയി. ഒന്ന് നമ്മളെ കുടുംബങ്ങള്, മറ്റൊന്ന് നമ്മളെ സ്വത്തും തിരിച്ചുപോയി. നമ്മളെ ഖബറിന്റെ ഉള്ളിലേക്ക്, നമ്മളെ ഖബറിന്റെ ഉള്ളിൽ വന്ന് നമ്മോടൊപ്പം നമ്മെ സമാധാനിപ്പിക്കാൻ ഉണ്ടാകുന്നത് നമ്മളെ അമലാണ്.
ഒറ്റക്കാവുന്ന നേരത്ത് നമുക്കാരെ സഹായം കിട്ടുന്നുവോ അവരെയല്ലേ സ്നേഹിക്കേണ്ടത് ഉമ്മമാരെ. കുടുങ്ങുന്ന സന്ദർഭത്തിൽ നമ്മളെ സഹായിക്കുന്നതാരോ അവരെയല്ലേ സ്നേഹിക്കേണ്ടത്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരത്തിനോട് സ്നേഹം വേണ്ടേ, ഖുർആനോത്തിനോട് സ്നേഹം വേണ്ടേ, എല്ലാ നന്മകളോടും നിനക്ക് സ്നേഹം വേണ്ടേ. ആ സ്ഥാനത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ മരിച്ച ആളാണെങ്കിലോ സുബ്ഹാന ജല്ല ജലാലു അവന്റെയും ആത്മാവ് പിടിച്ച് ഞാൻ ഇന്നലെ കേൾക്കുന്ന രംഗം പറഞ്ഞല്ലോ, ആ ആത്മാവ് നാളെ ഖബറിൽ കൊണ്ടുവന്ന് ഈ ശരീരത്തിൽ ഇട്ടുതരുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ട് മലക്ക് വന്ന് അവനെ എണീറ്റ് ഇരുത്തുന്നു. ആരാണ് റബ്ബെന്ന് ചോദിക്കുന്നു. റബ്ബ് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയുന്നത് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ അവന് കഴിയുന്നില്ല. അവൻ അവിടുന്ന് പറയുന്നു എന്ന് പറഞ്ഞ് അവൻ അലമുറയിടുകയാണ്, വല്ലാത്ത കരച്ചിൽ കരയുകയാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചോ, എന്റെ ദീനേതാണെന്ന് ചോദിക്കുന്നു. ഒന്നിനും മറുപടി പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുന്നു, മറുപടി പറയാൻ കഴിയുന്നില്ല. ആ സമയത്തതാ ഒരു വിളിനാദം കേൾക്കുന്നു. എന്റെ അടിമക്കളവാണ് പറയുന്നത്. നരകത്തിന്റെ കവാടം തുറക്കുന്നു. തേളുകളുടെ പ്രവാഹമതാ, പാമ്പുകളുടെ പ്രവാഹമതാ നിന്റെ ഖബറിലേക്ക് പ്രകടനമായി വരുന്നു. എന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ മാംസം കൊത്തുന്നു. തേളുകൾ കൊത്തി വലിക്കുന്നു, പാമ്പുകൾ കൊത്തി വലിക്കുന്നു. പാമ്പുകളുടെ വലിപ്പമൊക്കെ പറയുന്നുണ്ട്. ഒട്ടകത്തിന്റെ കഴുത്തിന്റെ വണ്ണമുള്ള പാമ്പുകളാണ് പോൽ ആ ഖബറിലേക്ക് വരുന്നത്. എന്നിട്ട് ശരീരം കൊത്തി വലിക്കുന്നു. കുറെ പ്രാണികൾക്ക് നീ ഇഷ്ടഭക്ഷണമായി മാറുന്നില്ലേ? എന്റെ ശരീരം വണ്ടുകളും പ്രാണികളും കൊത്തുന്നില്ലേ? കണ്ണത ഉടനെ ചാടുന്നു. കണ്ണിന്റെ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നു. നിന്റെ ശരീരം മുഴുക്കയും വലിച്ച് കടിച്ചു തിന്നുന്നു. നിന്നെ അതിലിട്ട് കൂട്ടുന്നു. എല്ലുകളതാ കോർത്തു പോകുന്നു. കുറെ കഴിയുമ്പോൾ ഒരു കറുകറുത്ത രൂപം ഭീതിതമായ രൂപത്തിലായി, പേടിപ്പിക്കുന്ന രൂപത്തില് ഒരു രൂപം നമ്മളെ മുന്നിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നു നിൽക്കുന്നു. കാണുമ്പോഴേ കറപ്പ് തോന്നുന്നു, രജാറ് തോന്നുന്നു. ആരാണ് നീ എന്ന് ചോദിച്ച് കരയുമ്പോ ഞാനടാ നീ ചെയ്ത പ്രവർത്തനങ്ങളാ. കുറെ ഗീബത്ത് പറഞ്ഞിരുന്നില്ലേ, കുറെ പരദൂഷണം പറഞ്ഞിരുന്നില്ലേ, കുറെ വേണ്ടാത്തത് കണ്ടിരുന്നില്ലേ, കുറെ മംഗളം വായിച്ചിരുന്നില്ലേ, കുറെ ഹറാമിന്റെ മാസിക വായിച്ചില്ലേ, കുറെ നഗ്നചിത്രങ്ങളുടെ സീഡികൾ നീ കണ്ടിരുന്നില്ലേ, കുറെ വേണ്ടാത്തരങ്ങൾ നീ ചെയ്തിരുന്നില്ലേ, പാതിരാവിന്റെ മറവിലും തോന്നിവാസം ചെയ്തിരുന്നില്ലേ. പലപ്പോഴും ഭർത്താക്കന്മാർ, ഗൾഫിലുള്ള ഭർത്താക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അറബികളുടെ ആട്ടും തുപ്പും സഹിച്ച് പൊള്ളുന്ന വെയിലിൽ നിന്ന് 24 മണിക്കൂറിന് 18 20 മണിക്കൂർ ജോലി ചെയ്ത് എന്റെ ഭാര്യയും മക്കളും സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് കരുതി കഠിനാധ്വാനം ചെയ്ത് മാസം മാസം കാശയച്ച് തരുമ്പോ പരിഷ്കാരം മതിയാവുന്നില്ല ഉമ്മ. നിന്റെ വീടുകളിൽ വേണ്ടാത്തരം കുന്നുകൂടുന്നു. പലപ്പോഴും ഈ ഭർത്താവിനെ മറന്ന് നീ നിന്റെ നൈമിഷികമായ കുറഞ്ഞൊരു സുഖത്തിന് വേണ്ടിക്കൊണ്ട് പലരെയും നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഉണ്ടാവാൻ പാടില്ലാത്ത വ്യഭിചാരം വരെ വന്നു പോയവരുണ്ടാവുമല്ലോ. അല്ലാഹുവിങ്കലേക്ക് കൈയുയർത്തിക്കോ മോളെ. ഖബറിനെ കുറിച്ച് ചിന്തിച്ചോ. നന്മ ചെയ്തുകൊണ്ട് നന്മ കിട്ടാൻ വേണ്ടി, നന്മ ചെയ്തുകൊണ്ട് നാളത്തെ രക്ഷ കിട്ടണമെന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് നീ നന്മ മാത്രം പ്രവർത്തിച്ചോ. സമൂഹ നവോത്ഥാന വീഥിയിൽ ധർമ്മ ചൈതന്യങ്ങളുടെ സാക്ഷ്യമാണ് മാദിൻ സക്കാഫത്തിൽ ഇസ്ലാമിയ. മാദിൻ എന്നാൽ പ്രഭവ കേന്ദ്രം എന്നർത്ഥം.
നന്മകളുടെയും കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രഭവസ്ഥാനം. വെളിച്ചം നിറഞ്ഞ നാളേക്കായി ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വിളയിച്ചെടുക്കുന്നു. കണ്ണീരും കഷ്ടപ്പാടുകളും മാത്രം സ്വന്തമായുള്ളവർ ഈ തണലിലൂടെ അതിജീവനത്തിന്റെ പുതിയ വഴിത്താരകളിലേക്ക് നടന്നെടുക്കുന്നു. ആശയറ്റ ജീവിതങ്ങൾക്ക് മഅദിൻ പ്രത്യാശയുടെ പ്രകാശവെട്ടമാണ്. പ്രതീക്ഷകൾ നിറഞ്ഞ പുതിയ പ്രഭാതങ്ങളിലേക്കാണ് അവർ ഉണർന്നെഴുന്നേൽക്കുന്നത്. അനാഥരും നിരാശ്രയരുമായ കുരുന്നുകളെ ഈ ക്യാമ്പസ് സനാഥരാക്കുന്നു. വേദനകളിൽ തങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരുപാട് മാതാക്കളും പിതാക്കളും ഉണ്ടെന്ന് അവരറിയുന്നു. അന്ധർ, ബധിരർ, ബുദ്ധിമാന്ദ്യമുള്ളവർ, ശാരീരിക മാനസിക വൈകല്യം ബാധിച്ചവർ, മഅദിൻ ക്യാമ്പസിലെ സ്നേഹസ്പർശത്തിൽ ധന്യരായവർ ഇനിയുമേറെയുണ്ട്. തങ്ങൾക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ പകർന്ന മഅദിൻ ക്യാമ്പസിലെത്തുമ്പോൾ പക്ഷേ അവരറിയുന്നു, ഒരു പുതിയ ആകാശവും ഭൂമിയും തങ്ങൾക്ക് വെട്ടിപ്പിടിക്കാനുണ്ടെന്ന്. വിജ്ഞാന പ്രസരണത്തിന്റെ മഹത്തായ മാതൃകകളാണ് മഅദിൻ പ്രസ്ഥാനത്തെ വളർച്ചയുടെ പടവുകളിലൂടെ മുന്നോട്ട് നയിച്ചത്. മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിന്റെ പ്രായോഗിക രീതികൾ ഈ ക്യാമ്പസിനെ അതുല്യമാക്കുന്നു. പ്രൈമറി തലം തൊട്ട് ബിരുദ തലം വരെയുള്ള പഠനങ്ങൾക്കിപ്പോൾ മഅദിനിൽ സൗകര്യമുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ പുതിയ മേഖലകളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ളതാണ് സ്ഥാപനത്തിന്റെ വികസന സ്വപ്നങ്ങൾ. വളരെ ചെറിയ നിലയിൽ ആരംഭിച്ച മഅദിൻ ഇന്ന് 15 സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായൊരു വിജ്ഞാന കേന്ദ്രമാണ്. പ്രകൃതി ദുരന്തങ്ങളിലും കഷ്ടപ്പാടുകളിലും അകപ്പെട്ടവരിലേക്ക് മഅദിൻ കാരുണ്യത്തിന്റെ കൈകൾ നീട്ടുന്നു. അവശർക്കും രോഗികൾക്കുമായി പ്രത്യേക സഹായ പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. ജനമനസ്സുകളിൽ മഅദിൻ ചെലുത്തിയ സ്വാധീനം വിളിച്ചറിയിക്കുന്നതാണ് മഅദിൻ ക്യാമ്പസിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ. അറിവും അവബോധവും ആത്മീയ സാക്ഷാത്കാരവും പകർന്നു നൽകുന്നവയാണ് ഈ ഒത്തുചേരലുകൾ. ഈ ജൈത്രയാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. മഅദിൻ ക്യാമ്പസിലെ കാരുണ്യ സ്ഥാപനങ്ങളിലെ ഒരു വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് ദത്തെടുക്കുന്നതിന് 13,142 രൂപയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, സ്വലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 0483 273 8343 273 703